നമസ്കാരം. ശിവോഹം ആസ്ട്രോളജിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. 27 നക്ഷത്രങ്ങളാണുള്ളത്. എല്ലാ നക്ഷത്രക്കാർക്കും പൊതുവായിട്ടുള്ള ഫലങ്ങളുണ്ട്. ചില നക്ഷത്രക്കാർക്ക് അതിസമ്പന്ന യോഗമുണ്ട്. അതായത് ജന്മനാ തന്നെ അതിസമ്പന്ന യോഗത്തോടു കൂടി ജനിക്കുന്ന ഈ കൂട്ടർക്ക് ചിലപ്പോൾ അവരുടെ ജീവിതത്തിൻ്റെ പ്രാരംഭഘട്ടങ്ങളിൽ ആദ്യ സമയങ്ങളിലൊക്കെ അല്പം ബുദ്ധിമുട്ടുകൾ അനുഭവത്തിൽ വന്നാൽ പോലും പിന്നീടുള്ള സമയങ്ങളിൽ നേട്ടം നിറഞ്ഞ അല്ലെങ്കിൽ ഭാഗ്യം നിറഞ്ഞ ഉന്നതികൾ നിറഞ്ഞ ഒരു ജീവിതം ലഭിക്കുക തന്നെ ചെയ്യുന്നതാണ്. ഇനി വരുന്ന 10 ദിവസത്തിനുള്ളിൽ, അതായത് ഇന്ന് ഇടവമാസം 1-ാം തീയതിയാണ്, ഇനി വരുന്ന 10 ദിവസത്തിനുള്ളിൽ ജീവിതത്തിലെ സാഹചര്യങ്ങളൊക്കെ മാറി മറിഞ്ഞ് നേട്ടം ആരംഭമാകാൻ പോകുന്നു കുറച്ച് നക്ഷത്രക്കാർക്ക്. അതിൻ്റെ ഫലമായി അപ്രതീക്ഷിതമായി ധനം തേടിയെത്തുന്നതാണ്. പല വിധത്തിലുള്ള ധനപരമായ മാർഗങ്ങൾ തെളിയുന്നതാണ്. സോഴ്സുകൾ വർദ്ധിക്കുന്നതാണ്. നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. നിങ്ങളെ സഹായിക്കാനായി പല ഭാഗത്തു നിന്നും ആളുകൾ എത്തുന്നതാണ്. അതായത് എങ്ങനെ ആളുകൾ എത്തും എന്നതിനെ കുറിച്ച് പറഞ്ഞു തരാം. പല ആളുകൾ അതായത് ഒരു ബുദ്ധിമുട്ട് ഘട്ടത്തിൽ നമ്മൾ മറ്റുള്ളവരെ സഹായിച്ചിട്ടുണ്ടാകും. പക്ഷേ നമ്മൾക്കൊരു വിഷമസന്ധി വന്നപ്പോൾ ആരും നമ്മൾക്ക് സഹായത്തിനുണ്ടായിരുന്നില്ല എന്നൊരവസ്ഥയുണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ എന്തെങ്കിലും ലോണിന് അപേക്ഷിച്ചു, അത് കിട്ടാതെ വരിക, അല്ലെങ്കിൽ ആരിൽ നിന്നെങ്കിലും കടമായി ധനം വാങ്ങാൻ ശ്രമിച്ചു, അതൊന്നും കിട്ടാതെ വരിക. അവിടെ ഒരു ധന തടസ്സമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ആ തടസ്സത്തിന് മാറ്റം ഉണ്ടാകാൻ പോകുന്നു. അതിൻ്റെ ഫലമായി തരില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ കിട്ടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ പലതും നിങ്ങളിലേക്ക് എത്താനുള്ള ഭാഗ്യം കൂടി ഇവിടെ ആരംഭമാകുന്നു. അപ്പോൾ ഇന്നേക്ക് 10 ദിവസത്തിനുള്ളിൽ ഇങ്ങനെ സാമ്പത്തിക ഉന്നതി, സാമ്പത്തിക മാറ്റം തേടിയെത്താൻ പോകുന്നു അല്ലെങ്കിൽ കടാക്ഷിക്കാൻ പോകുന്നു കുറച്ച് നക്ഷത്രക്കാരെ. ആ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം. 10 ദിവസത്തിനുള്ളിൽ സാമ്പത്തികമായി വളരെ മാറ്റം സംഭവിക്കാൻ തുടങ്ങുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം തന്നെ മകം നക്ഷത്രമാണ്. മകം നക്ഷത്രക്കാർക്ക് തൊഴിൽ രംഗത്ത് നിന്നാണ് ഇനി മുതൽ നേട്ടങ്ങൾ ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ തൊഴിൽ സംബന്ധമായ തടസ്സങ്ങളകലും തൊഴിലിനായി കാത്തിരിക്കുന്ന ആളുകൾക്ക് ഉത്തമ തൊഴിൽ ലബ്ധി, ഒരുപാട് നാളത്തെ നിങ്ങളുടെ കാത്തിരിപ്പിന് ഇവിടെ വിരാമമാകാൻ പോവുകയാണ്. കൂടാതെ ശമ്പള വർധന ഉണ്ടാകും. അപ്പോൾ നല്ല ഒരു ശമ്പള മാർഗം നിങ്ങളിലേക്ക് എത്തുന്നതാണ്. കൂടാതെ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും നല്ല സമയമാണ്, ഭാഗ്യമാണ് കടാക്ഷമായി വരാൻ പോകുന്നത്. ഏറ്റെടുക്കുന്ന കാര്യങ്ങളെല്ലാം ഭംഗിയായി നിറവേറ്റാൻ നിങ്ങൾക്ക് ഈ ഒരു സമയം സാധിക്കും. അടുത്ത മഹാദേവ ക്ഷേത്രമുണ്ടെങ്കിൽ ക്ഷേത്രത്തിൽ വഴിപാടുകൾ സമർപ്പിച്ചിട്ട് പ്രധാന കാര്യങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടാൻ ശ്രമിക്കുക. ആരോഗ്യം മെച്ചപ്പെടും. മെച്ചപ്പെട്ട രീതിയിലുള്ള ആരോഗ്യം. ഒരുപാട് നാളുകൾക്ക് ശേഷം മരുന്നുകളോട് വിട പറഞ്ഞ് അല്ലെങ്കിൽ മരുന്നുകളെ മാറ്റി നിർത്തി സമാധാനമായി ഉറങ്ങി ഉണരാൻ നിങ്ങൾക്ക് സാധിക്കുന്ന സമയമാണ്. കാരണം ഒരുപാട് നാളുകളായി മരുന്നിനോട് മല്ലടിച്ച് അല്ലെങ്കിൽ മരുന്നുകളാണ് ജീവിതത്തിൽ സഹചാരി എന്ന് നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നെന്ന് വെച്ചാൽ അസുഖങ്ങൾ ഭേദമാകാൻ പോവുകയാണ്, നേട്ടങ്ങൾ ഉണ്ടാകാൻ പോവുകയാണ്, മെച്ചപ്പെട്ട ആരോഗ്യം ലഭിക്കുന്നതാണ്. ജീവിതത്തിൽ ഇനി മുതൽ സന്തോഷവും സമാധാനവും വരികയാണ്. അതായത് 10 ദിവസത്തിന് ശേഷമുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത്. ഇന്ന് ഇടവമാസം 1-ാം തീയതിയാണ്. 10 ദിവസം ഒരു തുടക്കമുണ്ടാകാൻ പോകും. നിങ്ങളുടെ ജീവിതത്തിൽ ഈ പ്രശ്നങ്ങളൊക്കെ മാറി വീണ്ടും ഒരു ഉയർത്തെഴുന്നേൽപ്പ്, ഒരു പുനർജന്മമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഉത്രം അടുത്ത നക്ഷത്രമായി വരുന്നത്. പല പ്രശ്നങ്ങളിൽ നിന്നും ഈ ഒരു സമയം ഉത്രം നക്ഷത്രക്കാർക്ക് കരകയറാൻ സാധിക്കും. ഒരുപാട് പ്രശ്നങ്ങൾ അറിഞ്ഞും അറിയാതെയും അല്ലെങ്കിൽ വന്നുപെടുന്ന പ്രശ്നങ്ങൾ, മക്കൾ നിമിത്തം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അയൽക്കാർ നിമിത്തം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ബന്ധുക്കൾ മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, തൊഴിലിടത്തിൽ നിന്നുണ്ടാകുന്ന പലവിധ പ്രശ്നങ്ങൾ, അങ്ങനെ എവിടെ നോക്കിയാലും പ്രശ്നങ്ങൾ എന്നൊരു അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകുന്നതാണ്. ലോട്ടറി അടിക്കാനുള്ള ഭാഗ്യം എടുത്തു പറയേണ്ടതാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ഒരു ചെറിയ തുകയെങ്കിലും നിങ്ങളുടെ ഈ ബുദ്ധിമുട്ടിന് മേൽ ഒരു പണമഴയായി പൊഴിയുന്നതാണ്. പണം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. വീണ്ടും പറയാൻ കാരണം എന്തെന്നാൽ ധനം ധാരാളമായി വന്നു ചേരുന്ന അവസ്ഥയായതിനാൽ തന്നെ പലരും ചങ്ങാത്തം നടിച്ചു കൂടാനുള്ള സാധ്യത കൂടി കണക്കിലെടുക്കുക. ആരോഗ്യം മെച്ചപ്പെടും. വിശാഖമാണ് അടുത്ത നക്ഷത്രം. മക്കൾ നിമിത്തം അഭിവൃദ്ധി ഉണ്ടാകും. മക്കൾ നിമിത്തം സന്തോഷിക്കാനുള്ള ധാരാളം കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്ന സമയമാണ്. തൊഴിൽ രംഗത്തെ തടസ്സങ്ങൾ നീങ്ങും. തൊഴിലുമായി ബന്ധപ്പെട്ട് പല വിധത്തിലുള്ള തടസ്സങ്ങളുള്ളത് നീങ്ങുന്നതാണ്. ധനത്തിന് യാതൊരു കുറവും ഇല്ല എന്നൊരു രീതിയിലേക്ക് നിങ്ങൾ ഒന്നുകൂടി ഉയരാൻ പോവുകയാണ്. അതായത് കഷ്ടിച്ചെങ്ങനെങ്കിലും ജീവിച്ചു പോരുന്ന അവസ്ഥ മാറി ധനത്തിന് യാതൊരു കുറവുമില്ലാത്തൊരു ജീവിത സാഹചര്യത്തിലേക്ക് നിങ്ങൾ എത്തിപ്പെടാൻ പോവുകയാണ്. ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ സന്തോഷവും സമാധാനവും അഭിവൃദ്ധിയും നിങ്ങൾക്ക് തിരിച്ച് എത്തുന്ന സമയം കൂടിയാണ് തുടക്കമാകുന്നത്.
അടുത്ത നക്ഷത്രം അവിട്ടമാണ്. അവിട്ടം തവിട്ടിലും തേടും എന്ന് പറയുന്നത് പോലെ വരുന്ന 10 ദിവസത്തിനുള്ളിൽ വളരെ വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. അപ്പോൾ ഒരു 3 ദിവസത്തിന് ശേഷം തന്നെ നിങ്ങൾക്കത് കൂടുതൽ മനസ്സിലായി തുടങ്ങും. നിങ്ങളുടെ സാഹചര്യങ്ങളൊക്കെ മാറി മറിയും. ജോലി, ശാരീരിക പ്രശ്നങ്ങൾ, അതായത് ജോലി സ്ഥലത്തുള്ള പ്രശ്നങ്ങൾ, അതുവഴി ഉണ്ടാകുന്ന ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെയാണ് നിങ്ങളെ ഇപ്പോൾ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനൊക്കെ ഒരു ശമനം ഉണ്ടാകുന്നതാണ്. അനാവശ്യമായി പണം ചിലവായി പോകുന്നു, ഒന്നും സേവ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന നിങ്ങളുടെ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാവും. ഇനി പതിയെ പതിയെ നിങ്ങൾക്ക് സേവ് ചെയ്യാനായി പറ്റും. ഓട്ടക്കൈയാണ് അല്ലെങ്കിൽ ഓട്ടക്കീശയാണ് എന്ന് പറഞ്ഞ അവസ്ഥയ്ക്ക് ഇവിടെ മാറ്റമുണ്ടാകുന്നതാണ്. കുടുംബത്തിൽ എല്ലാവിധ ഐശ്വര്യം ഉണ്ടാകുന്നതാണ്. നേട്ടങ്ങൾ വന്നു ഭവിക്കുന്നതാണ്. ജീവിതത്തിൽ ഉണ്ടായ തടസ്സങ്ങൾക്കൊക്കെയും ഒരു മാറ്റം ഉണ്ടാകാൻ തുടങ്ങുന്നു. പുതിയ പല കാര്യങ്ങളിലേക്കും കൈവെക്കാൻ സാധിക്കും. അതായത് മനസ്സിലൊരു ആഗ്രഹമുണ്ട്, ബിസിനസ് തുടങ്ങണം, അല്ലെങ്കിൽ ചെറിയ തോതിൽ ഒരു സ്റ്റിച്ചിങ് യൂണിറ്റ്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിലേക്കൊന്ന് ഇറങ്ങിത്തിരിക്കാമെന്ന് ആഗ്രഹിക്കുന്ന സ്ത്രീകളും കാണും, അതേപോലെ പുരുഷന്മാരും കാണും. അപ്പോൾ അങ്ങനെ ആഗ്രഹിക്കുക നിങ്ങളുടെ മനസ്സിലെ ആ ആശയങ്ങൾ രൂപം കൊള്ളണം. അതായത് ആശയങ്ങളായി തന്നെ ഇരുന്നാൽ പോരാ. അപ്പോൾ ഇവിടെ അത് രൂപം കൊള്ളാനുള്ള ഭാഗ്യം കൂടി ഉണ്ടാകും. അതുകൊണ്ടാണ് പറഞ്ഞത് 10 ദിവസത്തിനുള്ളിൽ പല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരുമെന്ന്. അതിൽ അതിസമ്പന്ന യോഗം തന്നെയാണ് എടുത്തു പറയാനുള്ളത്. കോടീശ്വരനായി ഒറ്റ നിമിഷം കൊണ്ട് ലക്ഷപ്രോ അല്ലെങ്കിൽ കോടിപതിയായി മാറുമെന്നൊന്നുമല്ല. നിങ്ങളിലേക്ക് അതിനുള്ള മാർഗങ്ങൾ ഭഗവാൻ തുറന്നു തരും. അപ്പോൾ ആ മാർഗത്തിലൂടെ സഞ്ചരിച്ച് വിജയം കൈക്കലാക്കേണ്ട കടമ കൂടി നിങ്ങളിലേക്കും ഉണ്ട്. അപ്പോൾ പ്രാർത്ഥന അനിവാര്യമാണ്, പരിശ്രമം അനിവാര്യമാണ്. രണ്ടും കൂടി ചേരുമ്പോൾ കിട്ടുന്ന ഒരു ഇമ്പാക്റ്റ്, അല്ലെങ്കിൽ ആ നമ്മളിലേക്ക് എത്തുന്നത് എന്താണ്? ധനമാണ്, ശ്രേയസ്സാണ്, കീർത്തിയാണ്. അതിനി 10 ദിവസത്തിന് ശേഷം, അല്ലെങ്കിൽ 10 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്കത് മാറ്റമായി, ഭാഗ്യമായി, നേട്ടമായി അനുഭവത്തിൽ വന്നു തുടങ്ങുന്നതാണ്.